ഈശോയിൽ പ്രിയ സഹോദരങ്ങളെ, ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന ഈ ബൈബിൾ പഠന പരമ്പരയുടെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളായി യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 22 മുതൽ 33 വരെയുള്ള വചനഭാഗങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വചനവ്യാഖ്യാനം നമ്മൾ അവസാനിപ്പിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ആ വചനങ്ങളുടെ വിചിന്തനങ്ങളിലേക്ക് പ്രവേശിക്കാനുള്ള എപ്പിസോഡിലേക്ക് എത്തി നിൽക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 33 വരെയുള്ള ഭാഗങ്ങളെ ഏതാനും ചില സബ് ടൈറ്റിലുകളിൽ നമ്മൾ വിചിന്തനത്തിന് വേണ്ടിയിട്ട് വിഭജിക്കുകയാണ്. ഒന്നാമതായി 16 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ എന്താണ് നമ്മോട് വ്യക്തിപരമായി ഈ വചനഭാഗം പറയുന്നത്, ഇതിൻ്റെ സന്ദേശം എന്താണ് എന്ന് മനസ്സിലാക്കാനായി നമ്മൾ ശ്രമിക്കുകയാണ്. ആ വചനഭാഗം നമുക്കൊന്ന് വായിച്ച് കേട്ട് കഴിയുമ്പോൾ അതിൻ്റെ വിചിന്തനം കൂടുതൽ എളുപ്പമാകും എന്ന് കരുതിക്കൊണ്ട് നമുക്ക് ആ വചനം ഒന്ന് കേൾക്കാം. 16-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 22 വരെയുള്ള വചനങ്ങൾ. അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല, വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും. അപ്പോൾ അവൻ്റെ ശിഷ്യന്മാരിൽ ചിലർ പരസ്പരം പറഞ്ഞു, അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല, വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും എന്നും ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നു എന്നും അവൻ നമ്മോട് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? അവർ തുടർന്നു, അല്പസമയം എന്നതുകൊണ്ട് അവൻ എന്താണ് അർത്ഥമാക്കുന്നത്? അവൻ പറയുന്നത് എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇക്കാര്യം അവർ തന്നോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കി യേശു പറഞ്ഞു, അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല, വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും എന്ന് ഞാൻ പറഞ്ഞതിനെപ്പറ്റി നിങ്ങൾ പരസ്പരം ചോദിക്കുന്നുവോ? സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും, എന്നാൽ ലോകം സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിതരാകും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. സ്ത്രീക്ക് പ്രസവവേദന ആരംഭിക്കുമ്പോൾ അവളുടെ സമയം വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖമുണ്ടാകുന്നു. എന്നാൽ ശിശുവിനെ പ്രസവിച്ചു കഴിയുമ്പോൾ ഒരു മനുഷ്യൻ ലോകത്തിൽ ജനിച്ചതുകൊണ്ടുള്ള സന്തോഷം നിമിത്തം ആ വേദന പിന്നീട് ഒരിക്കലും അവൾ ഓർമ്മിക്കുന്നില്ല. അതുപോലെ ഇപ്പോൾ നിങ്ങളും ദുഃഖിതരാണ്, എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളെ കാണും, അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയുമില്ല. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. 16-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 22 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത്. സഹോദരങ്ങളെ, ഇവിടെ ഈ വചനത്തിൻ്റെ വിചിന്തനത്തിലൂടെ നമ്മോട് എന്താണ് തിരുസഭാ മാതാവ് പറയുന്നത് എന്ന്, സന്ദേശമായി ലഭിക്കുന്നത് എന്ന് നമുക്കൊന്ന് കാതോർക്കാം. ലോകത്തിൻ്റെ സന്തോഷങ്ങളെല്ലാം താൽക്കാലികങ്ങളും കാലക്രമത്തിൽ ദുഃഖമായി മാറുന്നവയുമാണ് എന്നതാണ് ആദ്യത്തെ കാര്യം. എന്ന് പറഞ്ഞാൽ ഈ ലോകം നമുക്ക് നൽകുന്നതെല്ലാം താൽക്കാലികങ്ങളാണ്. ലോകത്തിൻ്റെ സുഖസന്തോഷങ്ങളുടെ പുറകെ പോയാൽ അത് കാലക്രമത്തിൽ നിന്നുപോകുന്ന, തീർന്നു പോകുന്ന, അവസാനിക്കുന്ന സുഖസന്തോഷങ്ങളായിരിക്കും. അതുകൊണ്ട് പാപകരമായ സന്തോഷങ്ങളുടെ പുറകെ പോയി ആരും നിത്യജീവൻ നഷ്ടപ്പെടുത്തി കളയരുത് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ ഇവിടെ വചനം നൽകുന്നുണ്ട്. അതേസമയം മിശിഹായിലുള്ള സന്തോഷം ഒരിക്കലും നഷ്ടപ്പെടാത്തതും ശാശ്വതവുമാണ്. ആരൊക്കെയാണോ മിശിഹായിൽ സന്തോഷത്തോടുകൂടെ ജീവിക്കുന്നത്, അവനിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്നത്, അത് അവരിൽ നിന്നും എടുക്കപ്പെടുകയില്ല എന്ന് പറയുന്നത് വഴിയായി ശാശ്വതമായ, നിരന്തരമായ, ഒരിക്കലും അവസാനിക്കാത്ത സന്തോഷമാണ് കർത്താവ് നമുക്ക് നൽകുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മിശിഹായിൽ ജീവിക്കുന്നവർക്കാണ് ഈ സന്തോഷം കരഗതമാകുന്നത് എന്നും തിരിച്ചറിയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആരൊക്കെയാണോ മിശിഹായോടൊപ്പം ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവർ, അവർക്ക് ലഭിക്കുന്ന സന്തോഷത്തിന് അറുതി ഉണ്ടാവില്ല.
ഇതല്ലേ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്? പിന്നെ എന്തിനാ മിശിഹായിൽ നിന്നും അവൻ്റെ പ്രബോധനങ്ങളിൽ നിന്നും സഭയിൽ നിന്നും സഭ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന കാര്യങ്ങളിൽ നിന്നും അകലം പോകേണ്ട കാര്യം എന്താ ഉള്ളത്? നമ്മളൊക്കെ ശാശ്വതമായ സമാധാനവും സന്തോഷവും ആഗ്രഹിക്കുന്നവരല്ലേ? മിശിഹായിലുള്ള ജീവിതത്തിൻ്റെ സ്വഭാവം വ്യക്തമാക്കുവാൻ യോഹന്നാൻ്റെ സുവിശേഷം അവതരിപ്പിക്കുന്ന മുന്തിരിച്ചെടിയും ശാഖകളും എന്ന പ്രതിരൂപ വിവരണത്തിൽ ഇതെടുത്തു പറയുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം നമുക്കെല്ലാവർക്കും പരിചിതമായ വാക്യമാണ്. സ്ക്രീനിൽ നിങ്ങൾക്കത് കാണാനും സാധിക്കും. ആ വചനം എത്രമാത്രം വ്യക്തതയോടുകൂടെ നമ്മോട് പറയുന്നുണ്ട്, ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ്. കണ്ടോ? ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാ? എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടി. എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളുമൊക്കെ പൂർണ്ണമായ സന്തോഷത്തിൽ ജീവിക്കണമെന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. മനുഷ്യൻ്റെ ദുഃഖമല്ല കേട്ടോ ദൈവത്തിൻ്റെ ആഗ്രഹം. നമ്മൾ ദുഃഖിക്കുന്നത് കണ്ട് സന്തോഷിക്കുന്നൊരു ദൈവം അല്ല നമ്മുടേത്. നമ്മുടെ കർത്താവ് നമ്മളൊക്കെ ശാശ്വതമായി നിരന്തരമായി സന്തോഷത്തോടുകൂടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവനാണ്. മിശിഹായിലുള്ള ജീവിതം പലപ്പോഴും ലോകത്തോടും ലോകത്തിൻ്റെ സന്തോഷങ്ങളോടും വിട പറയാൻ നിർബന്ധിക്കപ്പെടുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് മിശിഹായിൽ ജീവിതം നയിക്കുന്നവരാകണമെന്ന് പറയുന്നതിൻ്റെ കാരണം. അത് നമ്മളെ അവനോടൊപ്പം ജീവിക്കാൻ സഹായിക്കുന്ന ആണ്. അത് നമ്മളെ നിത്യമായ സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും നയിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അത് ദുഃഖത്തിന് കാരണമായി തീരും. ഈ ലോകത്തിൻ്റെ സന്തോഷത്തിന് പുറകെ പോയാൽ അത് ദുഃഖത്തിന് കാരണമാകും. എന്നാൽ ദൈവത്തോടൊപ്പം നടക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ദുഃഖങ്ങൾ താൽക്കാലികമായ ദുഃഖങ്ങളാണ് എന്ന് തിരിച്ചറിയുക. അത് സാവകാശം ഒരിക്കലും നഷ്ടപ്പെടാത്ത, ആർക്കും നഷ്ടപ്പെടുത്താനാകാത്ത സന്തോഷമായി മാറുകയും ചെയ്യും. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് അപ്രകാരം ഒരു സന്തോഷത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ? പ്രിയപ്പെട്ടവരെ, ഈ സന്തോഷമാണ്, ഈ സമാധാനമാണ് ഞാനും നിങ്ങളും ലക്ഷ്യം വെക്കുന്നത് എങ്കിൽ കർത്താവിനോട് വിശ്വസ്തതയുള്ളവരാകുക, തിരുസഭയിൽ അനുസരണമുള്ള മക്കളായി ജീവിക്കുക. വിശ്വാസികളിൽ മിശിഹ ഉരുവാകുന്നതിന് സഭയും ഈ വേദനയിലൂടെ കടന്നു പോകേണ്ടതുണ്ട് എന്ന് തിരുസഭാ മാതാവ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഈറ്റുനോവിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകുക. നാം മിശിഹായിലുള്ള ജീവിതത്തിലേക്ക് പിറന്നു വീഴുന്നത് സഭയുടെ ഗർഭപാത്രമെന്ന് സഭാപിതാക്കന്മാർ വിശേഷിപ്പിക്കുന്ന മാമോദീസ തൊട്ടിയിലാണ്. ഇതാണ് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. സഭാപിതാക്കന്മാർ പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയാവോ? മാമോദീസ തൊട്ടി എന്താണ് എന്ന ചോദ്യത്തിന് സഭാപിതാക്കന്മാർ കൊടുക്കുന്ന ഉത്തരമാണ്, സഭയുടെ ഗർഭപാത്രമാണ് മാമോദീസ തൊട്ടി. മാമോദീസ തൊട്ടിയാകുന്ന ഗർഭപാത്രത്തിൽ നിന്നാണ് ഞാനും നിങ്ങളും സഭയുടെ മക്കളായി, സന്താനങ്ങളായി ജനിക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മാമോദീസ രണ്ടാം ജനനമാണ്, പുതു ജീവിതമാണ്. അതുകൊണ്ടാണ് നിക്കോദേമൂസിനോട് ഈശോ പറഞ്ഞത്, വീണ്ടും ജനിക്കാതെ ഒരുവനും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല എന്ന്. വിശുദ്ധ പൗലോസിൻ്റെ വാക്കുകൾ ഈ യാഥാർത്ഥ്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എൻ്റെ കുഞ്ഞുമക്കളെ, പൗലോസ്ലീഹ അങ്ങനെയാണ് വിളിക്കുന്നത് കേട്ടോ. എൻ്റെ കുഞ്ഞുമക്കളെ, മിശിഹ നിങ്ങളിൽ രൂപപ്പെടുന്നത് വരെ വീണ്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രസവവേദന അനുഭവിക്കുന്നു എന്നാണ് വചനം പറയുക. അത് ഗലാത്യ ലേഖനത്തിന് 4-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യമാണ്. തുടർന്നാണ് കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 15-ാം തിരുവചനം പറയുക, സുവിശേഷ പ്രസംഗം വഴി ഈശോ മിശിഹായിൽ നിങ്ങൾക്ക് ജന്മം നൽകിയത് ഞാനാണ്. അവകാശവാദം ഉന്നയിക്കാൻ വേണ്ടി പറയുന്നതല്ല കേട്ടോ പൗലോസ്ലീഹ. മറിച്ച് പൗലോസ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം ഇതാണ്, എൻ്റെ കുഞ്ഞുമക്കളെ, മിശിഹ നിങ്ങൾ രൂപപ്പെടുന്നത് വരെയും ഞാൻ വീണ്ടും പ്രസവ വേദന അനുഭവിക്കുന്നു, ഈറ്റുനോവ് അനുഭവിക്കുന്നു. ഗലാത്യ ലേഖനം 4:19. എന്നിട്ടാണ് വീണ്ടും പൗലോസ്ലീഹ കൂട്ടിച്ചേർക്കുന്നത്, കൊറിന്തോസിലെ സഭയോട് പറയുകയാണ്, സുവിശേഷ പ്രസംഗം വഴി ഈശോ മിശിഹായിൽ നിങ്ങൾക്ക് ജന്മം നൽകിയത് ഞാനാണ് എന്ന് പറയുന്നത് വഴിയായി ഈ വേദനയിലൂടെ കടന്ന് മിശിഹായെ ധരിക്കുന്നവർക്കാണ് യഥാർത്ഥ സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നത് എന്നുള്ള സൂചനയാണിത്. ക്രിസ്തീയ ജീവിതം ദുഃഖം
പേറുന്ന ജീവിതമാണ്. മനസ്സിലായോ നിങ്ങൾക്ക്? ദുഃഖമുണ്ട് നമ്മുടെ കൂടെ. സ്വയം ത്യാഗത്തിൻ്റെയും അനുദിനം കുരിശെടുക്കുന്നതിൻ്റെയും ദുഃഖം. സഹനമാണ്, വേദനയാണ്. ഈ വേദനകളിലൂടെയും ദുഃഖങ്ങളിലൂടെയും നമ്മൾ കടന്നു പോകുമ്പോൾ അത് സന്തോഷത്തിൻ്റെ ജീവിതമാക്കി മാറ്റാൻ കഴിവുള്ളവനോടൊപ്പമാണ് കുരിശെടുക്കുന്നത് എന്ന് മനസ്സിലാക്കുക. കാരണം അത് ഈശോയോട് ഒത്തുള്ള ജീവിതമാണ്. ദൈവപുത്രനായ യേശു കർത്താവിനോടൊത്ത് ഞാനും നിങ്ങളും ജീവിക്കുന്നത് വഴിയായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സഹനങ്ങൾ, ദുഃഖങ്ങൾ സന്തോഷമായി മാറുമെന്ന് മാത്രമല്ല, അത് നിത്യതയോളം നീണ്ടു നിൽക്കുന്ന സന്തോഷമാണ് എന്നും ഈ വചനഭാഗത്തിൽ സൂചനകളുണ്ട്. നമ്മൾ അതിന് രണ്ടാം ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. 23 മുതൽ 27 വരെയുള്ള വചനങ്ങൾ. ആ വചനഭാഗം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. 23 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. അന്ന് നിങ്ങൾ എന്നോടൊന്നും ചോദിക്കുകയില്ല. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. ഇതുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. അതുമൂലം നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുകയും ചെയ്യും. ഉപമകൾ വഴിയാണ് ഇതെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഉപമകൾ വഴിയല്ലാതെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന സമയം വരുന്നു. അപ്പോൾ പിതാവിനെപ്പറ്റി സ്പഷ്ടമായി ഞാൻ നിങ്ങളെ അറിയിക്കും. അന്ന് നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പിതാവിനോട് പ്രാർത്ഥിക്കും എന്ന് പറയുന്നില്ല. കാരണം പിതാവ് തന്നെ നിങ്ങളെ സ്നേഹിക്കുന്നു. എന്തെന്നാൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും ഞാൻ ദൈവത്തിൽ നിന്ന് വന്നുവെന്ന് വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സഹോദരങ്ങളെ, യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 23 മുതൽ 27 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഇവിടെ വചനം കൃത്യതയോടുകൂടെ നമ്മോട് പറയുന്ന കാര്യം എന്താണെന്നറിയാവോ? സഭയുടെ പ്രാർത്ഥനകളെല്ലാം ഈശോയുടെ നാമത്തിലുള്ള പ്രാർത്ഥനകളാണ് എന്നാണ്. എൻ്റെ നാമത്തിൽ പിതാവിനോട് നിങ്ങൾ ചോദിക്കണം. അഡ്രസ്സ് ചെയ്യുന്നത് പിതാവിനെയാണ്, പക്ഷെ ചോദിക്കുന്നത് ഈശോയിലൂടെയാണ്. കാരണം അവൻ നമ്മോടൊപ്പം ജീവിച്ചവനാണ്, നമ്മുടെ ദുഃഖങ്ങൾ അറിയുന്നവനാണ്, നമ്മോടൊപ്പം വസിക്കുന്നവനാണ്. അതുകൊണ്ട് സഭയുടെ പ്രാർത്ഥനകളെല്ലാം ഈശോയുടെ നാമത്തിലുള്ള പ്രാർത്ഥനകളാണ്, അഥവാ ഈശോയുമായുള്ള ഐക്യത്തിലുള്ള പ്രാർത്ഥനകളാണ്. സഭ മിശിഹായുടെ ശരീരമാണ്. നമ്മളെല്ലാവരും വേദപാഠ ക്ലാസ്സുകളിൽ വിശ്വാസ പരിശീലനത്തിൻ്റെ ആദ്യ നാളുകളിൽ തന്നെ കേട്ടിട്ടുള്ള, അറിഞ്ഞിട്ടുള്ളൊരു യാഥാർത്ഥ്യമാണിത്. സഭ മിശിഹായുടെ ശരീരമാണ് എന്ന യാഥാർത്ഥ്യം. അതുകൊണ്ട് ശരീരം പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവും പ്രാർത്ഥിക്കുന്നു എന്നാണ് അർത്ഥം. നമ്മുടെ ആത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ശരീരത്തോടൊപ്പമാണ്. സഭ പ്രാർത്ഥിക്കുമ്പോൾ മിശിഹ പ്രാർത്ഥിക്കുന്നു. കാരണം മിശിഹ സഭയുടെ ശിരസ്സാണ്. അതുകൊണ്ട് സഭയുടെ പ്രാർത്ഥനകളിൽ പങ്കുചേരുമ്പോഴാണ് മിശിഹായുടെ നാമത്തിലുള്ള അഥവാ മിശിഹായോടുള്ള ഐക്യത്തിലുള്ള നമ്മുടെ പ്രാർത്ഥന പൂർണ്ണമായും അന്വർത്ഥമാകുന്നത്. അതുകൊണ്ട് ക്രൈസ്തവർ സഭയുടെ പ്രാർത്ഥനയോട് ആഭിമുഖ്യം പുലർത്തുന്നവരാകണമെന്ന് തിരുസഭാ മാതാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളുമൊക്കെ സഭയോടൊത്ത് പ്രാർത്ഥിക്കുന്നവരാകണം. സഭയുടെ പ്രാർത്ഥനകളിൽ പങ്കുചേരുന്നവരാകണം. യാമപ്രാർത്ഥനകളെന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? കാനോന നമസ്കാരം എന്ന് നമ്മൾ വിളിച്ചുകൊണ്ടിരുന്ന യാമപ്രാർത്ഥനകൾ ചൊല്ലേണ്ടവരാണ് ഓരോ വിശ്വാസിയും. അത് കേവലം സന്യാസികൾക്കോ വൈദികർക്കോ മാത്രമായി നൽകപ്പെട്ടിരിക്കുന്നതല്ല എന്നും, കുടുംബ പ്രാർത്ഥനയുടെ ഭാഗമായി യാമപ്രാർത്ഥനകൾ ചൊല്ലേണ്ടവരാണ് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സന്യാസി വര്യന്മാരൊക്കെ 7 യാമങ്ങളിലും പ്രാർത്ഥിച്ചിരുന്നവരാണെന്നും സങ്കീർത്തനങ്ങളിൽ പറയുന്നത് പോലെയുള്ള യാമപ്രാർത്ഥനകളുടെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെയുള്ള വിവരണങ്ങൾ തിരുസഭയിൽ നമുക്ക് കാലാകാലങ്ങളായി സഭാപിതാക്കന്മാരിലൂടെ കൈമാറി നൽകപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെയും സഭയുടെ യാമപ്രാർത്ഥനകളോടൊപ്പം തന്നെ എല്ലാ കൂദാശകളുടെ പരികർമ്മങ്ങളിലും പ്രിയപ്പെട്ടവരെ നമ്മൾ പങ്കുചേർന്ന് പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച്
ഓരോ ദിവസവും എന്നോണം ആവർത്തിച്ച് ഞാനും നിങ്ങളുമൊക്കെ വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുമ്പോഴും ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോഴും പാപം ചെയ്തു എന്ന് തോന്നുമ്പോഴൊക്കെ അടുക്കൽ കുമ്പസാരിക്കുന്നത് വഴിയായും കൗതാശികമായ വരപ്രസാദം നമുക്ക് ലഭിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ ഈ കൃപാവരത്തിൽ ജീവിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുമെന്ന് തിരുസഭാ മാതാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ മൂന്നാമത്തെ ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. അത് 28-29 വാക്യങ്ങളാണ്. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 28-29 വാക്യങ്ങൾ ഇപ്രകാരമാണ്. ബൈബിൾ നോക്കാം. ഞാൻ പിതാവിൽ നിന്ന് പുറപ്പെട്ട് ലോകത്തിലേക്ക് വന്നു. ഇപ്പോൾ വീണ്ടും ലോകം വിട്ട് പിതാവിലേക്ക് പോകുന്നു. അവൻ്റെ ശിഷ്യന്മാർ പറഞ്ഞു, ഇപ്പോൾ നീ ഇതാ സ്പഷ്ടമായി സംസാരിക്കുന്നു, ഉപമയൊന്നും പറയുന്നുമില്ല. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്ക് സ്തുതി. പ്രിയപ്പെട്ടവരെ, 28 എന്ന 2 വാക്യങ്ങൾ ഉത്ഥാനശേഷമുള്ള പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധനത്തിന് സ്വയം ശിഷ്യപ്പെടുത്തുന്നവർക്കാണ് ഈശോയുടെ പ്രബോധനം മനസ്സിലാക്കുവാനും അത് ധൈര്യപൂർവ്വം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനും സാധിക്കുന്നത് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന വാക്യങ്ങളാണ് 28-29. അനുദിനം പ്രാർത്ഥനാപൂർവം ദൈവവചനം ധ്യാനിച്ചുകൊണ്ടാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധനത്തിന് നാം ശിഷ്യപ്പെടേണ്ടത് എന്ന് ഈ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അനുദിനം പ്രാർത്ഥനാപൂർവം ദൈവവചനം വായിച്ചുകൊണ്ടും അവനോട് ചേർന്ന് നിന്നുകൊണ്ടും ഞാനും നിങ്ങളും അവനിലുള്ള നമ്മുടെ വിശ്വാസം പ്രാവർത്തികമാക്കാൻ വേണ്ടി ശ്രമിക്കണമെന്നാണ് തിരുസഭാ മാതാവ് നമ്മോട് പറയുന്നത്. അതുകൊണ്ട് തന്നെയും പ്രിയ സഹോദരീ സഹോദരന്മാരെ, എപ്രകാരമാണ് യേശു കർത്താവുമായുള്ള എൻ്റെ സ്നേഹബന്ധത്തിൽ എനിക്ക് ആഴപ്പെടാൻ സാധിക്കുന്നത് എന്നുള്ളത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു ബോധ്യമായി വളരേണ്ടുന്ന ഒരു കാര്യമാണ്. അതില്ല എങ്കിൽ ചിലപ്പോഴെങ്കിലുമൊക്കെ ഈ ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാകും. തായ്ച്ചെടിയോട് ചേർന്ന് നിൽക്കാത്ത ശാഖ സ്വയമേവ ഫലം പുറപ്പെടുവിക്കാത്തതുപോലെ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ചിലപ്പോഴെങ്കിലുമൊക്കെ ഉത്തരം ലഭിക്കുന്നില്ല എന്നൊക്കെ നമുക്ക് തോന്നാറില്ലേ? ചിലർ പറയാറുണ്ട്, ധ്യാനങ്ങൾക്കും മറ്റും പോകുമ്പോൾ, കൺവെൻഷനുകൾക്കും മറ്റും ചെല്ലുമ്പോൾ, അച്ഛാ എന്തുകൊണ്ടാണ് കർത്താവിൻ്റെ പ്രാർത്ഥന കേൾക്കാത്തെ? സഹോദരങ്ങൾ, എനിക്ക് തോന്നുന്നു കർത്താവ് ആരുടെയും പ്രാർത്ഥന കേൾക്കാതെ പോകുന്നില്ല. കാരണം അവൻ്റെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല എന്ന് യേശയ്യാ പ്രവാചകൻ 59-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിൽ മനോഹരമായി എഴുതി വച്ചിട്ടില്ലേ? കർത്താവിൻ്റെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല, അവൻ്റെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടുമില്ല. എന്നാൽ നമ്മുടെ പാപകരമായ ജീവിതം നമ്മെ ദൈവത്തിൽ നിന്നും അകറ്റിക്കളഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ദൈവത്തിൽ നിന്നും അകന്നു പോകാതെ അവനോട് ചേർന്നു നിൽക്കാൻ നമ്മൾ പരിശ്രമിക്കുമ്പോഴാണ് പ്രിയ സഹോദരീ സഹോദരന്മാരെ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ആഴമായ ബന്ധമുണ്ടാകുന്നത്. അതുവഴിയാണ് പ്രാർത്ഥന കേൾക്കപ്പെടുന്നത്. അപ്പോൾ മാത്രമാണ് ഫലം ചൂടുന്ന വൃക്ഷങ്ങളായി ഞാനും നിങ്ങളും മാറുന്നത്. ഇതിലേക്കാണ് യേശു കർത്താവ് നമ്മെ ക്ഷണിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, അവന് ഉപമകളൊന്നും കൂടാതെ സ്പഷ്ടമായി സംസാരിക്കുകയാണ്. പിതാവിനെക്കുറിച്ച് പിതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതം അടിസ്ഥാനമിടുന്നത് ഈ യാഥാർത്ഥ്യത്തിലാണ്. യേശു കർത്താവ് പിതാവിൽ നിന്നും മനുഷ്യാവതാരമെടുത്ത ദൈവപുത്രനാണെന്നും ആ പുത്രനായ യേശു പരസ്യ ജീവിതകാലത്ത് അനുതാപത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് നടന്നവനാണെന്നും കാൽവരി കുരിശിൽ മരിച്ച് എനിക്കും നിങ്ങൾക്കും ഈ ലോകം മുഴുവനും ദൈവമക്കളെ രക്ഷപ്രദാനം ചെയ്തവനാണെന്നും മരണത്തിൽ നിന്നും ഉയർപ്പിക്കപ്പെടുകയും അതിനുശേഷം അവൻ സ്വർഗാരോഹണം ചെയ്തു എന്നുമുള്ള നമ്മുടെ വിശ്വാസത്തിന് ആധാരമായ യാഥാർത്ഥ്യങ്ങളെ വിശ്വാസ സത്യമായി തിരുസഭാ മാതാവ് പ്രഘോഷിക്കുന്നുണ്ട് എന്നിലൂടെ, നിങ്ങളിലൂടെ. അത് ജീവിക്കാനുള്ളതാണ്. ഈ വിശ്വാസ പ്രഘോഷണം കേവലം മറന്നുപോകാനുള്ളതല്ല, അത് ജീവിക്കാനുള്ളതാണ് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് തിരുസഭാ മാതാവ്. അതുകൊണ്ട് തന്നെ എപ്രകാരമാണോ ഇത് ജീവിക്കാൻ വേണ്ടി ഞാനും നിങ്ങളും പരിശ്രമിക്കുന്നത്, അപ്പോൾ മാത്രമേ നമ്മുടെ ജീവിതം യാഥാർത്ഥ്യബോധത്തിലേക്ക് കടന്നു വരുന്നുള്ളൂ. യഥാർത്ഥമായ
ക്രിസ്തുവിലുള്ള ജീവിതം നയിക്കാൻ വിളിക്കപ്പെട്ടവരാണ് എന്ന ബോധ്യമാണ് സഹോദരങ്ങളെ നമുക്കെല്ലാവർക്കും ആവശ്യമായുള്ളത്. 16-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ ഭാഗത്തിലേക്ക് നമ്മൾ വരികയാണ്. 30 മുതൽ 33 വരെയുള്ള വാക്യങ്ങളാണ് നമ്മളവിടെ കാണുക. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 30 മുതൽ 33 വരെയുള്ള വചനങ്ങൾ വായിച്ചു കേൾക്കാം വിചിന്തനത്തിനായി. നീ എല്ലാ കാര്യങ്ങളും അറിയുന്നെന്നും ആരും നിന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ലെന്നും ഇപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നു. നീ ദൈവത്തിൽ നിന്ന് വന്നുവെന്ന് ഇതിനാൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. യേശു ചോദിച്ചു, ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? എന്നാൽ നിങ്ങൾ ഓരോരുത്തരും താന്താങ്ങളുടെ വഴിക്ക് ചിതറിക്കപ്പെടുകയും എന്നെ ഏകനായി വിട്ടുപോകുകയും ചെയ്യുന്ന മണിക്കൂർ വരുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എങ്കിലും ഞാൻ ഏകനല്ല, കാരണം പിതാവ് എന്നോട് കൂടെയുണ്ട്. നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിനാണ് ഞാൻ ഇത് നിങ്ങളോട് പറഞ്ഞത്. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകും, എങ്കിലും ധൈര്യമുള്ളവരായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 30 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ വചനം വളരെ സ്പഷ്ടമായി കൃത്യതയോടുകൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യം ഇതാണ്: ലോകത്തിൽ ഞെരുക്കങ്ങൾ ഉണ്ടാകുമ്പോഴാണ് മിശിഹായിലുള്ള നമ്മുടെ സമാധാനം നഷ്ടപ്പെടുവാനുള്ള സാഹചര്യം ഉണ്ടാകുക. ലോകത്തിൽ നമുക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്, അല്ലേ? അതുകൊണ്ട് തന്നെയും ഈശോയ്ക്ക് അനുഭവപ്പെട്ടതുപോലെയുള്ള ഞെരുക്കങ്ങൾ നമുക്കും ഈ ലോകത്തിൽ അനുഭവപ്പെടാനുള്ള സാധ്യതകളുണ്ട്. ദൈവപുത്രനായ യേശു കർത്താവിന് ഈ ലോകത്തിൽ നിന്നും മനുഷ്യരാൽ കുരിശുമരണം വിധിക്കപ്പെട്ടു എങ്കിൽ നാം ഒറ്റപ്പെടുത്തപ്പെടുന്ന അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് പ്രധാനമായും നാം അസ്വസ്ഥരാകുന്നതും നമുക്ക് സമാധാനം നഷ്ടപ്പെടുന്നതും എന്ന സൂചന കർത്താവ് നൽകുന്നുണ്ട്. 16-ാം അധ്യായത്തിൻ്റെ 32-ാമത്തെ വാക്യത്തിൽ നമ്മളിപ്പോൾ വായിച്ച് അവസാനിപ്പിച്ചത് അപ്രകാരമുള്ള ഒരു വചനമാണ്. 32-ാമത്തെ വാക്യം സ്ക്രീനിൽ ആ വചനം നിങ്ങൾക്ക് വേണ്ടി ഞാൻ എഴുതിയിട്ടിട്ടുണ്ട്. നിങ്ങൾ ഓരോരുത്തരും താന്താങ്ങളുടെ വഴിക്ക് ചിതറിക്കപ്പെടുകയും എന്നെ ഏകനായി വിട്ടുപോകുകയും ചെയ്യുന്ന സമയം വരുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. 32-ാമത്തെ വാക്യമാണ്. എന്ന് പറഞ്ഞാൽ ഇപ്രകാരം ലോകം നമ്മളെ ഞെരുക്കുമ്പോൾ ഈ സമാധാനം സാവധാനം നഷ്ടപ്പെടുന്നതായി നമുക്ക് തോന്നിയേക്കാം. എന്നാൽ ക്രിസ്തു നമുക്ക് നൽകുന്ന സമാധാനം എന്നുമുള്ളതാണ് എന്ന ബോധ്യത്തോടുകൂടെ ലോകത്തിൻ്റെ കടന്നാക്രമണങ്ങളെയെല്ലാം ധീരതയോടെ ചെറുത്തു നിൽക്കുവാൻ നമുക്ക് കഴിയണമെങ്കിൽ നാം വിശ്വാസത്തിലൂടെ ഈശോയോട് ഐക്യപ്പെട്ട് മിശിഹായിൽ ജീവിക്കുന്നവരാകണം. പിടികിട്ടിയോ? മിശിഹായിൽ ജീവിക്കുന്നവരാകുന്നത് എങ്ങനെയാണ്? അത് വിശ്വാസത്തിലൂടെയാണ്. വിശ്വാസം നമ്മൾ രൂപപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാനും നിങ്ങളും മാമോദീസായിലൂടെ കർത്താവിനോട് ഒന്നായി തീർന്നിരിക്കുന്നത്. അതുകൊണ്ട് ആരും വിശ്വാസം നഷ്ടപ്പെടുത്തി കളയരുത് കേട്ടോ. അന്ധവിശ്വാസങ്ങളുടെ പുറകെ പോയി, അവിശ്വാസങ്ങളുടെ പുറകെ പോയി നാസ്തികരായി, അത്തൈസ്. ഇന്ന് ഒരു വിഭാഗം ജനങ്ങൾ ദൈവത്തിൽ വിശ്വാസമില്ലാത്തവരായി ജീവിക്കുന്നുണ്ട്, അത് പ്രചരിപ്പിക്കുന്നുണ്ട്. അതവരുടെ സ്വാതന്ത്ര്യം കേട്ടോ. പക്ഷേ നമ്മളെല്ലാവരെയും സൃഷ്ടിച്ച ദൈവത്തിൽ വിശ്വാസമില്ലാതെ നമ്മൾ എങ്ങോട്ടാ പോകുന്നത് എന്ന് എൻ്റെ സഹോദര നീ ചിന്തിച്ചിട്ടുണ്ടോ? സഹോദരി നീ ഓർത്തു നോക്കിയിട്ടുണ്ടോ? ബിഗ് ബാൻ തിയറിയെക്കുറിച്ചും നിയോണ്ടർതൽമാൻ എന്നു പേരുള്ള കുരങ്ങിൽ നിന്നുമാണ് മനുഷ്യൻ ഇപ്രകാരം രൂപാന്തരം പ്രാപിച്ചത് എന്നൊക്കെ പറയുന്നത് വഴിയായി ലോകത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചും ആവിർഭാവത്തെക്കുറിച്ചും മനുഷ്യൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് പലപ്പോഴും. എന്നാൽ ഇത് ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് എന്നുള്ള വിശുദ്ധ ബൈബിൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന യാഥാർത്ഥ്യം ആരും അവഗണിക്കാൻ ഇടവരരുത് കേട്ടോ. അതുകൊണ്ട് തന്നെയും തിരിച്ചറിയുക, ഈശോ ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നവനല്ലാതെ മറ്റാരാണ് ഈ ലോകത്തെ അതിജീവിക്കുന്നത്? യോഹന്നാൻ ശ്ലീഹായുടെ 1-ാം ലേഖനത്തിൻ്റെ 5-ാം അധ്യായം 5-ാം തിരുവചനമാണ്. ലോകത്തിൻ്റെ പ്രലോഭനങ്ങൾക്ക് അടിമപ്പെടാതെ മിശിഹായിലുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനും മറ്റുള്ളവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാനും നമുക്ക് സാധിക്കണം. കാരണം ഞാനും നിങ്ങളും
വിശ്വാസികളാണ്, അതേസമയം സാക്ഷികളുമാണ്. ക്രിസ്തുവിലുള്ള വിശ്വാസം നഷ്ടപ്പെടാതിരിക്കട്ടെ. ക്രിസ്തുവിൻ്റെ സാക്ഷികളായി മുൻപോട്ട് പോകാൻ ഏവർക്കും സാധിക്കട്ടെ എന്ന ആശംസയോടെ ഈ എപ്പിസോഡ് നമ്മൾ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണും വരെയും എല്ലാവർക്കും മിശിഹായുടെ സമാധാനം ആശംസിക്കുന്നു.